ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു CS Rockers. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ബിഗ് ബോസിന് ഏറ്റവും കൃത്യമായിട്ടുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. വമ്പൻ ട്വിസ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ മുമ്പിലും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ താഴെയും പോയിട്ടുള്ള നിലയിലാണ് ഇപ്പോഴത്തെ വോട്ടിംഗ്. ഒരു വമ്പൻ അട്ടിമറി തന്നെ സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. അങ്ങനെ വോട്ടിങ്ങിലോട്ട് നമുക്ക് നേരെ കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഒരു കമന്റ് എല്ലാവരും ഇട്ടിട്ട് പോകണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കുക. ഒട്ടും വയ്ക്കേണ്ട വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ ഒന്നാം സ്ഥലം കരസ്ഥമാക്കിയുള്ള അനുമോളാണ്. അനുമോൾക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് 15,780 വോട്ടുകൾ അനുമോൾ ഇതുവരെ നേടിയെടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അനീഷ് ആയിരുന്നു ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ അനീഷിനെ മലത്തി അടിച്ചുകൊണ്ട് അനുമോൾ വീണ്ടും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി കയറി വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയുള്ളത് അനീഷാണ്. സത്യത്തിൽ പിന്തള്ളപ്പെട്ടത് അനീഷ് എന്ന് തന്നെ പറയാം. അനീഷാണ്. അനീഷ് കിട്ടിയിട്ടുള്ള വോട്ടെന്ന് പറയുന്നത് 15,430 വോട്ടുകൾ അനീഷ് ഇതുവരെ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ നൂറയാണ്. നൂറ എന്തായാലും മൂന്നാം സ്ഥാനം ഉറപ്പിച്ച മട്ടിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. നൂറയും അനീഷും തമ്മിൽ വലിയ രീതിയിൽ വോട്ട് വ്യത്യാസം ഇല്ലെങ്കിൽ കൂടി ഒരു ചെറിയൊരു തോതിലുള്ള വോട്ട് വ്യത്യാസം മാത്രമേ ഉള്ളൂ. നൂറയ്ക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് 14,754 വോട്ടുകൾ നൂറ് ഇതുവരെ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ആര്യനെ നോക്കുകയാണെങ്കിൽ ആര്യ നാലാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ആര്യന് ഇതുവരെ കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് 14,214 വോട്ടുകൾ ആര്യ ഇതുവരെ നേടിയെടുത്തിട്ടുണ്ട്. സത്യത്തിൽ ആര്യനും നൂറയ്ക്കും തീരെ വോട്ട് വ്യത്യാസങ്ങൾ കുറവാണ്, വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഏത് നേരത്തും ആര്യൻ മലത്തടിക്കാൻ ചാൻസ് ഉണ്ട് നൂറേനെ. അങ്ങനെ അഞ്ചാം സ്ഥാനം കരസ്ഥമാക്കിയത് അക്ബറാണ്. അക്ബറിന് ഇതുവരെ കിട്ടിയുള്ള വോട്ട് എന്ന് പറയുന്നത് 13,875 വോട്ടുകൾ അക്ബർ ഇതുവരെ നേടിയെടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ അക്ബറും അതുപോലെ തന്നെ ഈ പറയാൻ പോണ 3 പേരിലുള്ള ആൾക്കാർ നല്ല ഡേഞ്ചർ സോണിൽ തന്നെയാണ്. അക്ബറും വലിയ തോതിലുള്ള സേഫ് സോണിലല്ല നിൽക്കുന്നത്. നെവിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നെവിൻ നിൽക്കുന്നത് 6ാം സ്ഥാനത്താണ്. നെവിന് ഇതുവരെ കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് 12,345 വോട്ടുകൾ നെവിൻ ഇതുവരെ നേടിയെടുത്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. അങ്ങനെ ഏറ്റവും താഴെ ഇപ്രാവശ്യം ബിഗ് ബോസ് വീട്ടിൽ ഒരു എവിക്ഷനേ ഉള്ളൂ എന്ന പക്ഷത്തിൽ പുറത്തു പോകാൻ പോകുന്നത് സാബുമേൻ തന്നെയായിരിക്കും. സാബുമേൻ ഇതുവരെ കിട്ടിയുള്ള വോട്ട് എന്ന് പറയുന്നത് 11,820 വോട്ടുകൾ സാബുമേൻ ഇതുവരെ നേടിയെടുത്തിട്ടുണ്ട്. ഇനി കാര്യത്തിലോട്ട് കിടക്കാം. ഈ പറയുന്ന വോട്ടിങ്ങിൽ എന്തായാലും നല്ല രീതിയിലുള്ള ട്വിസ്റ്റ് സംഭവിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അക്ബർ, നെവിൻ, സാബുമേൻ ഇവർ 3 പേരുമാണ് ഇപ്പൊ നല്ല രീതിയിലുള്ള ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത്. എനിക്കൊന്നു നെവിൻ വോട്ടിംഗ് തുടങ്ങിയപ്പോൾ ഏറ്റവും ലാസ്റ്റ് നിന്നൊരു വ്യക്തിയാണ് നെവിൻ. കയറി വന്നിപ്പോൾ ഒരു 6ാം സ്ഥാനത്തേക്ക് നിൽക്കുന്നുണ്ട്. ഇനി വമ്പൻ ട്വിസ്റ്റ് സംഭവിച്ച് ഇനി സാബുമേൻ കയറി പോവൂ. ഇവർ 3 പേരിൽ ഒരാളായിരിക്കും ഈ ബിഗ് ബോസ് വീട്ടിൽ പുറത്തു പോകാൻ സാധ്യത കൂടുതലും ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ ഇഷ്ടമുള്ള സ്ഥലത്ത് പേര് മറക്കാണ്ട് കമന്റ് ചെയ്യുക.